ഹലോ കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 3ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 11ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മുടെ എക്സാമൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ്. ടൈം ടേബിളൊക്കെ എല്ലാവർക്കും കിട്ടി. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ബാക്കി ചാപ്റ്ററുകൾ പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് തീർത്തതിന് ശേഷം റിവിഷൻ തുടങ്ങുക. എല്ലാ പാഠങ്ങളും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും നന്നായി പരീക്ഷ എഴുതുക. അപ്പം നമുക്ക് നമ്മുടെ 11ാമത്തെ ചാപ്റ്ററിലേക്ക് വരാം. ഹൗ മച്ച് ഇൻ എ ബോട്ടിൽ, ഹൗ മച്ച് ഇൻ എ ബാഗ്, കുപ്പിയിലെത്ര, സഞ്ചിയിലെത്ര. ഈ പാഠത്തിൽ നമ്മൾ എന്തിനെ പറ്റിയാണ് പഠിക്കുന്നത്? നമ്മൾ ഓരോ കാര്യങ്ങളും എടുക്കുമ്പം ഒരു മെഷർമെൻ്റ് ഉണ്ടല്ലേ, ഒരു അളവുണ്ട്. നമ്മൾ എന്ത് സാധനം മേടിച്ചാലും ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിൽ നമ്മൾ എണ്ണ മേടിക്കും അല്ലേ? എണ്ണ മേടിക്കുമ്പം എങ്ങനെയാണ് മേടിക്കുന്നത്? കുറച്ച് എണ്ണ എന്നാണോ പറയുന്നത്? അല്ല, അതിനൊരു അളവുണ്ടല്ലേ. ഒരു 1/2 കിലോ എണ്ണ അല്ലെ 1 ലിറ്റർ എണ്ണ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ഈ അളവുകൾ നമ്മൾ പഠിക്കാൻ പോവുക. ഈ അളവുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും അളക്കുന്നതിന് ഓരോ യൂണിറ്റുകളുണ്ട്. ചിലത് നമ്മൾ പറയും കിലോ എന്ന് പറയും. ഇപ്പോൾ അരിയൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ 1 കിലോ അരി, 2 കിലോ അരി എന്ന് പറയും. എണ്ണ നമ്മൾ മേടിക്കുമ്പം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പാലൊക്കെ ആണെങ്കിൽ ലിറ്റർ എന്നുള്ള കണക്കിൽ പറയും. അപ്പോൾ ഇതിനെ പറ്റിയൊക്കെ നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാം. ഇത് പഠിച്ചു കഴിയുമ്പം ഇനി നിങ്ങൾ കടയിൽ പോകുമ്പം നോക്കുക, ഓരോ സാധനങ്ങളും ഏതളവിലാണ് മേടിക്കുന്നത്, എത്ര അളവിലാണ് മേടിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്താ നമ്മൾ കാണുന്നത്? ഇവിടെ സ്കൂളിൽ ഒരു മത്സരം നടക്കുകയാണല്ലേ. എന്ത് മത്സരമാണെന്നറിയാമോ? വാട്ടർ റിലേ. വാട്ടർ റിലേ എന്ന് പറഞ്ഞാൽ എന്താ? ഈ പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇവിടെ ആദ്യം നിൽക്കുന്ന ഈ കുട്ടി ബക്കറ്റിൽ നിന്ന് വെള്ളം ഇതുപോലെ കയ്യിൽ ഇങ്ങനെ എടുത്തിട്ട് അടുത്ത് നിൽക്കുന്ന കുട്ടിക്ക് കയ്യിലേക്ക് പകർന്നു കൊടുക്കും. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യും? തൊട്ടടുത്ത ആൾക്കത് പകർന്നു കൊടുക്കും. അങ്ങനെ കൊടുത്ത് അവസാനം നിൽക്കുന്ന കുട്ടി കുപ്പിയിലേക്ക് ഈ വെള്ളം കളക്ട് ചെയ്യും. അപ്പം ഏത് ടീമാണോ ആദ്യം കുപ്പി നിറയ്ക്കുന്നത് അവരായിരിക്കും ഈ ഗെയിമിൽ വിജയിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്ത പേജ് ഒന്ന് എടുത്തേ. നിങ്ങളോടും ഈ ഒരു ഗെയിം സ്കൂളിൽ അല്ലെങ്കിൽ ക്ലാസ്സിൽ കളിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആരാണ് ഇതിൽ ജയിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം ലജു എന്ന് പറയുന്ന കുട്ടി ഈ ഗെയിം ക്ലാസ്സിൽ കളിച്ചു, ഗ്രൂപ്പായിട്ട് കളിച്ചു. അപ്പം ഇതിൽ ലജുവിൻ്റെ ഗ്രൂപ്പാണ് ജയിച്ചത്. അപ്പോൾ നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുണ്ട് വിച്ച് ഗ്രൂപ്പ് ഓഫ് ലജൂസ് ക്ലാസ് വോൺ. ലജുവിൻ്റെ ഗ്രൂപ്പ് ജയിച്ചെന്നല്ല, ഏത് ഗ്രൂപ്പാണ് ലജുവിൻ്റെ ക്ലാസ്സിൽ ഏത് ഗ്രൂപ്പാണ് ജയിച്ചിട്ടുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ഗ്രൂപ്പാണ് ജയിച്ചത് എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ ഓരോ ഗ്രൂപ്പും കളക്ട് ചെയ്ത വാട്ടർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഗ്രൂപ്പ് 1ൻ്റെ ഒരു 5 ഗ്ലാസ്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് 1 കളക്ട് ചെയ്തതുണ്ട്, 2 കളക്ട് ചെയ്തത്, 3, 4, 5 അങ്ങനെ 5 ഗ്രൂപ്പുകൾ കളക്ട് ചെയ്ത ഗ്ലാസ്സുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. വെള്ളവും കൊടുത്തിട്ടുണ്ട്. ഇതിലാരാണ് ഏറ്റവും കൂടുതൽ വാട്ടർ കളക്ട് ചെയ്തത് അവരാണ് ഈ ഗെയിമിൽ ജയിക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ആരാണ് ആദ്യം കുപ്പി നിറയ്ക്കുന്നത് അല്ലെങ്കിൽ വെള്ളം നിറയ്ക്കുന്നത് അവർക്കാണ് 1ാം സ്ഥാനം ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ഇതിൽ ആർക്കായിരിക്കും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവുക? ഏത് ഗ്രൂപ്പിനായിരിക്കും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവുക? എങ്ങനെ നമുക്കറിയാൻ പറ്റും? ഇതിൽ ഏത് ഗ്ലാസ്സിലാണോ കൂടുതൽ വെള്ളമുള്ളത് ആ ഗ്രൂപ്പാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് ഏതാണ്? ഗ്രൂപ്പ് 5ൻ്റെ ഗ്ലാസ്സിലാണല്ലേ. ഗ്രൂപ്പ് 5ൻ്റെ ഗ്ലാസ്സിലാണ്. അതുകൊണ്ട് തന്നെ ജയിച്ചത് ഗ്രൂപ്പ് 5 ആണ്. അത് നിങ്ങളിതാ ഇവിടെ ഈ ബോക്സിൽ എഴുതുക, ഗ്രൂപ്പ് 5. അടുത്ത നോക്കിക്കേ, വാട്ടർ ബെൽ. ഇപ്പോൾ ടീച്ചർ എന്താ ഇവിടെ പറയുന്നത്? ഡിഡിൻറ്റ് യു ഹിയർ ദ വാട്ടർ ബെൽ? എവ്രി വൺ ഡ്രിങ്ക് സം വാട്ടർ നൗ. നിങ്ങൾ വാട്ടർ ബെല്ല് കേട്ടില്ലേ? അപ്പോൾ എല്ലാവരും കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. നൗ ഫിൽ അപ്പ് ദ വാട്ടർ ബോട്ടിൽസ്. ഇവിടെ വാട്ടർ ബോട്ടിൽസ് ഫില്ല് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. Whose water bottle can contain the most amount of water? How many glasses of water can it hold? ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആരുടെ ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്, അല്ലെങ്കിൽ എത്ര ഗ്ലാസസ് ഓഫ് വാട്ടർ അതിൽ കൊള്ളുന്നുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ അടുത്ത പേജിലേക്കൊന്ന് വന്നേ. അവിടെ കുറച്ച് ബോട്ടിൽസ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? 5 ബോട്ടിൽസ് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, 5 ബോട്ടിൽസ് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ബോട്ടിൽ ക്യാൻ ഹോൾഡ് ദ മോസ്റ്റ് എമൗണ്ട് ഓഫ് വാട്ടർ? ഇതിൽ ഏത് ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്? ഏത് ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്? ഡ്രോ എ സർക്കിൾ അറൗണ്ട് ഇറ്റ്. അതിന് ചുറ്റും ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏത് ബോട്ടിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്? നമുക്കറിയാം വലിയ ബോട്ടിലാണല്ലേ, സെക്കൻഡ് ബോട്ടിലാണ് ഇതിൽ വലുത്. അപ്പം നമുക്ക് സെക്കൻഡ് ബോട്ടിലിന് സർക്കിൾ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ബോട്ടിൽ വുഡ് ഹോൾഡ് ദ ലീസ്റ്റ്? ഏറ്റവും കുറച്ച് വെള്ളം കൊള്ളുന്നത് ഏത് ബോട്ടിലാണ്? കുറച്ച് വെള്ളം കൊള്ളുന്ന ഏത് ബോട്ടിലായിരിക്കും? ചെറിയ ബോട്ടിലാണല്ലേ. ഏതാണ് ഇവിടുത്തെ ചെറിയ ബോട്ടിൽ? ഫിഫ്ത്ത് വൺ ആണല്ലേ. ഇതാ ഈ ഫിഫ്ത്ത് വൺ ആണ് ഏറ്റവും ചെറിയ ബോട്ടിൽ. അപ്പോൾ വലിയ ബോട്ടിൽ നമ്മൾ കണ്ടുപിടിച്ചു, ചെറിയ ബോട്ടിലും കണ്ടുപിടിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും വലിപ്പമുള്ളതിലാണ് ഒരുപാട് വെള്ളം കൊള്ളുന്നത്, ചെറുതിലാണ് കുറച്ച് വെള്ളം കൊള്ളുന്നത്. ഇനി അടുത്ത എന്തായി കുട്ടി അമ്മയും പറയുന്നത്? മോം സെഡ് ഹൗ അബൌട്ട് മെഷറിങ് ദ വാട്ടർ ടു സീ ഇഫ് ഇറ്റ്സ് ആക്ച്വലി എ ലിറ്റർ. അപ്പം ടീച്ചറിൻ്റെ അടുത്ത് കുട്ടി ചോദിച്ചു, അമ്മ പറഞ്ഞു എൻ്റെ കയ്യിലുള്ള ബോട്ടിലിൽ 1 ലിറ്റർ വെള്ളം കൊള്ളുമെന്ന്. അപ്പോൾ ടീച്ചർ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിൽ1 ലിറ്റർ ഉണ്ടോ എന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ മെഷർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ തൊട്ട് താഴെ തിങ്സ് വി ബൈ എന്ന് കൊടുത്തിരിക്കുന്നിടത്ത് അവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ അതിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കണ്ടോ കുഞ്ഞുങ്ങളെ? വാട്ട് ഐറ്റംസ് ഇൻ യുവർ ഹോം ആർ ബോട്ട് ഇൻ ക്വാണ്ടിറ്റീസ് ഓഫ് 1 ലിറ്റർ? 1 ലിറ്റർ ക്വാണ്ടിറ്റി നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ അങ്ങനെ മേടിക്കുന്നത്? 1 ലിറ്റർ എന്നുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ മേടിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ എഴുതാനായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതാം എന്തൊക്കെ സാധനങ്ങൾ മേടിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓയിലല്ലേ, കോക്കനട്ട് ഓയിലല്ലേ, എന്തായിക്കോട്ടെ ഓയിൽ നമ്മൾ മേടിക്കും. പിന്നെ നമ്മൾ വെള്ളം മേടിക്കില്ലേ, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ 1 ലിറ്ററിൻ്റെ വെള്ളം തരാമോ, അല്ലെ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ ഓഫ് വാട്ടർ അല്ലേ, അങ്ങനെ നമ്മൾ പറയും. അപ്പം ബോട്ടിൽ വാട്ടർ നമ്മൾ മേടിക്കും. പിന്നെന്താ മേടിക്കുന്നത്? മിൽക്ക് മേടിക്കും അല്ലേ, മിൽക്ക് പാല് മേടിക്കും. പിന്നെ വേറെ എന്തൊക്കെ നമ്മൾ മേടിക്കും? നമ്മൾ ഡ്രിങ്ക്സ് ഒക്കെ മേടിക്കില്ലേ, സോഫ്റ്റ് ഡ്രിങ്ക്സ് മേടിക്കില്ലേ, അതും ഈ 1 ലിറ്റർ അല്ലെങ്കിൽ ലിറ്റർ എന്നുള്ള കണക്കിലാണ് നമ്മൾ മേടിക്കുന്നത് അല്ലേ. അപ്പം നമുക്കിതാ ഇവിടെ അതൊക്കെ ഒന്ന് എഴുതാം. മിൽക്ക്, ഓയിൽ, ബോട്ടിൽഡ് വാട്ടർ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഈ സാധനങ്ങളൊക്കെ നമ്മൾ 1 ലിറ്റർ ക്വാണ്ടിറ്റിയിൽ നമ്മൾ മേടിക്കുന്നതാണ് അല്ലേ. നെക്സ്റ്റ് പേജിലേക്ക് ലെറ്റ്സ് മെഷർ ആൻഡ് ഫിൽ. യൂസ് മെഷറിംഗ് ജാർസ് ടു സീ ഹൗ മച്ച് വാട്ടർ യുവർ ബോട്ടിൽ ക്യാൻ ഹോൾഡ്. നമുക്ക് മെഷറിംഗ് ജാർസ് ഉപയോഗിച്ച് നിങ്ങളുടെ ബോട്ടിലിൽ എത്രത്തോളം വെള്ളം കൊള്ളും എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മുടെ കയ്യിൽ മെഷറിംഗ് ജാർസ് ഇല്ലെങ്കിലോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു മെഷറിംഗ് ജാറ് ഉണ്ടാക്കാം. മേക്ക് യുവർ ഓൺ മെഷറിംഗ് ജാർസ് ഓഫ് 1 ലിറ്റർ, 500 milliliters, 250 milliliters ഔട്ട് ഓഫ് യൂസ്ഡ് ബോട്ടിൽസ്. നമുക്ക് ഈ 1 ലിറ്ററിൻ്റെ, 500 milliliters, 250 milliliters ഇതൊക്കെ നമുക്ക് യൂസ്ഡ് ബോട്ടിൽസ്, പഴയ കുപ്പിയൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ലിറ്റർ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വാട്ടർ ആണെങ്കിൽ 1 ലിറ്റർ, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണെങ്കിൽ 2 ലിറ്റർ, 1 ലിറ്റർ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് മില്ലി ലിറ്റർ? മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ലിറ്ററിനെക്കാട്ടിലും ചെറിയ മെഷറാണ് കേട്ടോ. അതായത് ലിറ്ററാണ് വലുത്. ലിറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി കൂടുതലായിട്ടുള്ള അളവാണ്, അതിനേക്കാട്ടിലും ചെറിയ അളവാണ് മില്ലി ലിറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചോദിക്കുക 1 ലിറ്റർ ആണോ വലുത്, 200 milliliter ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? ലിറ്റർ ആണ് കേട്ടോ. അവിടെ നമ്മൾ അങ്ങനെ വരുമ്പോൾ നമ്പറല്ല, ആ മെഷർമെൻറ്റാണ് നമ്മൾ നോക്കുന്നത്. ലിറ്റർ ആണ് വലുത് കേട്ടോ. 1 ലിറ്റർ ആണ് എപ്പോഴും 100 milliliterനെക്കാട്ടിലും വലുത് 1 ലിറ്ററാണ്. കൂടുതലുള്ളതെന്ന് പറയുന്നത് ലിറ്ററാണ്. അപ്പോൾ ലിറ്റർ എന്ന് പറയുന്നത് വലുതും മില്ലി ലിറ്റർ എന്ന് പറയുന്നത് ലിറ്ററിനെക്കാട്ടിലും ചെറിയ യൂണിറ്റും ആണ്. വാട്ട് ആർ ദ തിങ്സ് വി ബൈ ഇൻ ക്വാണ്ടിറ്റീസ് ലെസ് ദാൻ എ ലിറ്റർ? നമുക്ക് ലിറ്ററിനെക്കാട്ടിലും കുറച്ച്, അതായത് മില്ലി ലിറ്ററിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് മിൽക്ക് വാങ്ങാൻ പറ്റും അല്ലേ, മിൽക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ നമുക്ക് ഓയിൽ മേടിക്കാൻ പറ്റും. നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ചെറിയ മില്ലി ലിറ്ററിൻ്റെ അല്ലേ, 100 ml ഒക്കെ 500 ml ഒക്കെ കിട്ടും അല്ലേ. അപ്പം അങ്ങനെ നമുക്ക്
എഴുതാം. മിൽക്ക്, ഓയിൽ, സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നൊക്കെ നമുക്ക് എഴുതാം. ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നുണ്ടോ, വി ക്യാൻ റൈറ്റ് മില്ലി ലിറ്റേഴ്സ് ആസ് ml ആൻഡ് ലിറ്റേഴ്സ് ആസ് L. ലിറ്ററിനെ നമുക്ക് ലിറ്റർ എന്ന് എഴുതുന്നതിലും L എന്ന് നമുക്ക് ചുരുക്കി എഴുതാൻ പറ്റും. മില്ലി ലിറ്ററിനെ നമുക്ക് ml എന്നും എഴുതാനായിട്ട് പറ്റും. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ഹൗ മച്ച് വാട്ടർ. ഹൗ മെനി ഗ്ലാസസ് ഓഫ് വാട്ടർ ഡു യു ഡ്രിങ്ക് പെർ ഡേ. നിങ്ങളൊരു ദിവസം എത്രമാത്രം വെള്ളം കുടിക്കുന്നുണ്ട്? നിങ്ങൾ എത്രമാത്രം വെള്ളം കുടിക്കുന്നുണ്ട് ഒരു ദിവസം? നിങ്ങളുടെ ബോട്ടിലിൻ്റെ മെഷർമെൻറ്റ് എത്രയാണ്? 1 ലിറ്റർ ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളത് മുഴുവൻ കുടിക്കാറുണ്ടോ? അപ്പോൾ നമുക്കവിടെ 1 ലിറ്റർ എന്ന് എഴുതാം. അതോ 500 മില്ലി ലിറ്റർ ആണോ? അങ്ങനെയാണെങ്കിൽ 500 ml എന്നവിടെ നിങ്ങൾക്ക് എഴുതാം. ഗസ് ഹൗ മച്ച് വാട്ടർ ദ വേരിയസ് വെസൽസ് ഇൻ യുവർ ഹോം ക്യാൻ ഹോൾഡ്, ദെൻ ആക്ച്വലി മെഷർ ദം ആൻഡ് റൈറ്റ്. അപ്പോൾ ഇവിടെ അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിലുള്ള ഈ വെസൽസ്, ഈ പാത്രങ്ങളൊക്കെ എന്തുമാത്രം വെള്ളം അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക, ഒന്ന് ഊഹിച്ച് നോക്കുക. എന്നിട്ട് ശരിക്കും എത്രമാത്രം വെള്ളം അതിൽ കൊള്ളും എന്നുള്ളത് നിങ്ങൾക്കതിലൊന്ന് എഴുതി നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് തന്നെ ചെയ്യുക. ഇവിടെ കുറച്ച് വെസൽസ് കൊടുത്തിട്ടുണ്ട്. ടീ ഗ്ലാസ്, കപ്പ്, ടീ പോട്ട്, ബക്കറ്റ്, മഗ്, റൈസ് പോട്ട്. ഇതിലൊക്കെ എത്രമാത്രം വെള്ളം ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. ഗസ് ചെയ്തിട്ട് ശരിക്കും അത് തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുകയും കൂടി ചെയ്യുക. അടുത്ത പേജിലേക്ക് വന്നേ. മിൽക്ക് സൊസൈറ്റി. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താണ് പഠിച്ചത്? ഇതിന് മുമ്പ് വരെ, ഈ ഒരു പേജിന് മുമ്പ് വരെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്? ഒന്ന്, നമ്മൾ പല മെഷർമെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞല്ലേ. ലിറ്ററുണ്ട്, മില്ലി ലിറ്ററും ഉണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, ലിറ്ററും മില്ലി ലിറ്ററും. ഏതാണ് വലുത്? ലിറ്റർ. ലിറ്റർ എന്ന മെഷർമെൻ്റ് ആണ് വലുത്. ചെറിയ മെഷർമെൻ്റ് ഏതാണ്? മില്ലി ലിറ്റർ. അത് ഓർമ്മയുണ്ടല്ലോ. ഇനി ലിറ്ററിൽ നമുക്ക് അളക്കാൻ പറ്റുന്നതും അതുപോലെ മില്ലി ലിറ്ററിലുള്ളതും ഒക്കെ നമ്മൾ എഴുതി അല്ലേ. ഇനി മിൽക്ക് സൊസൈറ്റി എന്ന പേജിലേക്ക് വന്നേ. ഇവിടെ നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന എന്താണ്? അവിടെ ഒരു മിൽക്ക് സൊസൈറ്റി നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് അവിടെ നിന്ന് എഴുതിയേക്കുന്നത് വായിച്ച് നോക്കാം. ലജൂസ് ഫാദർ സോൾഡ് മിൽക്ക് ടു ദി സൊസൈറ്റി. ലജുവിൻ്റെ ഫാദർ മിൽക്ക് പാല് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കും. ഇറ്റ് വാസ് മെഷേർഡ് 2 times with a 2 liter vessel and once with a 1 liter vessel. അപ്പം എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് വാസ് മെഷേർഡ് 2 times with a 2 liter vessel. 2 liter vessel, 2 ലിറ്ററിൻ്റെ ഒരു പാത്രം ഉപയോഗിച്ച് 2 പ്രാവശ്യം അത് അളന്നു. ആൻഡ് വൺസ് വിത്ത് എ 1 liter vessel. ഒരു പ്രാവശ്യം 1 ലിറ്റർ വെസൽ ഉപയോഗിച്ചുകൊണ്ട് അളന്നു. അതായത് 2 പ്രാവശ്യം 2 ലിറ്ററിൻ്റെ വെസൽ ഉപയോഗിച്ച് അളന്നു. ഒരു പ്രാവശ്യം 1 ലിറ്ററിൻ്റെ വെസൽ വെച്ചും അളന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ലജൂസ് ഫാദർ സെൽ. ലജുവിൻ്റെ ഫാദർ എത്ര ലിറ്റർ മിൽക്കാണ് അവിടെ സെല്ല് ചെയ്തത്, കൊടുത്തത്? എത്രയാണ്? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ആ ആൻസറിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ ഒന്ന് ചിന്തിക്കാം. അതായത് 2 പ്രാവശ്യമാണ് 2 ലിറ്ററിൻ്റെ വെസലിൽ മെഷർ ചെയ്തത് അല്ലേ. 2 times 2 ലിറ്റർ വെസലിൽ മെഷർ ചെയ്തു. അപ്പം അത് എത്രയാണ്? ഇവിടെ എഴുതിയേക്കുന്നതുണ്ടോ? 2 liter ക്യാൻ ഫിൽഡ് ട്വൈസ് ഗീവ്സ്. അതായത് 2 ലിറ്ററിൻ്റെത് 2 പ്രാവശ്യം മെഷർ ചെയ്തു. അപ്പോൾ ഒന്നുകൂടെ മനസ്സിൽ നിങ്ങൾ ഓർത്തേ, 2 ലിറ്ററിൻ്റെത് 2 പ്രാവശ്യം മെഷർ ചെയ്തു. അപ്പോൾ നമ്മൾ എത്ര? 2 times എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 2 times 2 മെഷർ ചെയ്തു അല്ലേ. 2 ലിറ്റർ 2 times മെഷർ ചെയ്തു. അപ്പോൾ അത് എത്രയായി? 2 into 2. അപ്പോൾ എത്ര വന്നു? 2 liter ക്യാൻ ഫിൽഡ് ട്വൈസ് ഗീവ്സ്. 2 ലിറ്റർ 2 പ്രാവശ്യം എടുത്തപ്പോൾ 2 into 2. മനസ്സിലാവുന്നുണ്ടോ? 2 ലിറ്ററിൻ്റെ ആയിരുന്നു വെസൽ പാത്രം. 2 ലിറ്ററിൻ്റെ വെസലായിരുന്നു. അതിൽ 2 പ്രാവശ്യം മെഷർ ചെയ്തു. അതായത് 2 ലിറ്ററിൻ്റെ ഉപയോഗിച്ച് 2 പ്രാവശ്യം
2 ടൈംസ് 2 ടൈംസ്. അപ്പോൾ എങ്ങനെ വരും? 2 × 2. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 4. എത്രയാണ് വരുന്നത്? 4. നമുക്ക് ആൻസർ കിട്ടി 4 ലിറ്റർ. ഇനി അടുത്ത ചോദിച്ചിട്ടുണ്ട് 1 ലിറ്റർ ക്യാൻ ഫിൽഡ് വൺസ്, അല്ലേ? വൺസ് വിത്ത് എ 1 ലിറ്റർ വെസൽ എന്നാണ് പറഞ്ഞത്. 1 ലിറ്ററിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം, 1 ലിറ്ററിൻ്റെ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രാവശ്യമേ ചെയ്തുള്ളൂ. അപ്പോൾ എത്ര വരും? 1 ലിറ്റർ. 1 × 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്, അല്ലേ? 1 × 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്, മുഴുവനും മിൽക്ക് എത്രയായി? മൊത്തം എന്തുമാത്രം പാല് കിട്ടി? ആദ്യം ഒരു 2 ലിറ്റർ വെസലിൻ്റെ 2 ടൈംസ് 4 ആയിരുന്നു. പിന്നെ 1 ലിറ്ററിൻ്റെ 1 ടൈം 1 ആണ്. അപ്പോൾ മുഴുവനും 4 + 1 എത്ര വരും? 5 ലിറ്റർ. എത്രയാണ് ആൻസർ വരുന്നത്? 5 ലിറ്റർ. മനസ്സിലായോ? 5 ലിറ്റർ. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചത്? 2 ലിറ്ററിൻ്റെ വെസൽ, 2 ലിറ്ററിൻ്റെ ഒരു പാത്രം. അത് ആദ്യം ഒന്ന് അളന്നു, വീണ്ടും ഒരു പ്രാവശ്യം കൂടി അതേ പാത്രത്തിൽ 2 പ്രാവശ്യമാണ് മിൽക്ക് മെഷർ ചെയ്തത്. 2 ലിറ്റർ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഓർക്കണം, 2 ലിറ്ററിൻ്റെ ഒരു പാത്രം എടുത്തു, അതിലാദ്യം മിൽക്ക് ഒഴിച്ചു, അത് മാറ്റിവെച്ചു, വീണ്ടും മിൽക്ക് ഒഴിച്ചു, മാറ്റിവെച്ചു. അങ്ങനെ 2 ലിറ്ററിൻ്റെ വെസലിൽ 2 ടൈംസ്, അതാണ് 2 × 2 എന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ 1 ലിറ്ററിൻ്റെ വെസൽ എടുത്തു, അതിലൊരു പ്രാവശ്യം ഒഴിക്കാനുള്ള മിൽക്കേ ഉള്ളായിരുന്നു. അപ്പോൾ 1 ലിറ്ററിൻ്റെ 1 ഒരു ടൈമേ മെഷർ ചെയ്തുള്ളൂ. അപ്പോൾ 2 × 2 4ഉം 1 × 1 1ഉം. 4 + 1 5 ലിറ്റർ ആണ് മുഴുവനും മിൽക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യനിൽ അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആഫ്റ്റർ ലജൂസ് ഫാദർ ദ നെക്സ്റ്റ് ഇൻ ലൈൻ വാസ് ജാനകി ആൻറ്റി. ദ മിൽക്ക് വാസ് മെഷേർഡ് യൂസിങ് എ 1 ലിറ്റർ ക്യാൻ ഫിൽഡ് 3 ടൈംസ് and a 200 milliliter can filled 2 times. How much milk did Janaki aunty sell? എങ്ങനെ കണ്ടുപിടിക്കും? ഇതും എളുപ്പമാണല്ലോ. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ജാനകി ആൻറ്റി 1 ലിറ്റർ ക്യാൻ 3 ടൈംസ് മെഷർ ചെയ്തു. അതായത് 1 ലിറ്ററിൻ്റെ ക്യാനിൽ എത്ര പ്രാവശ്യം പാലെടുത്ത് മെഷർ ചെയ്തു? 3 ടൈംസ് മെഷർ ചെയ്തു, അല്ലേ? 3 ടൈംസ് മെഷർ ചെയ്തു. അതായത് 1 ലിറ്ററിൻ്റെ ക്യാന് എത്ര പ്രാവശ്യമാണ്, എത്ര ടൈംസ് ആണ്? 3 ടൈംസ്. 1 × 3. 1 ലിറ്റർ ക്യാനാണ്, 1 ലിറ്ററിൻ്റെ വെസലാണ്. അതിൽ 3 ടൈംസ് ആകുമ്പോൾ എത്ര ആവും? 1 × 3 3 ലിറ്റർ. ഓക്കെ, മനസ്സിലായോ? 1 ലിറ്ററിൻ്റെ ആയിരുന്നു, അതിൽ 3 ടൈംസ് ആയിരുന്നു. സോ 1 ലിറ്റർ ക്യാൻ ഫിൽഡ് 3 ടൈംസ് മേക്ക് 3 ലിറ്റർ. 1 ലിറ്ററിൻ്റെ ക്യാൻ 3 പ്രാവശ്യം അതിൽ അളന്നു. അപ്പം 1 × 3. ആൻസർ എത്ര വരും? 3 ലിറ്റർ. അടുത്ത എന്തായിരുന്നു? 200 മില്ലി ലിറ്റർ ക്യാൻ ഫിൽഡ് 2 ടൈംസ്. 200 മില്ലി ലിറ്റർ ക്യാന് 2 പ്രാവശ്യം അതിലെടുക്കാനുള്ള മിൽക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴോ 2 ടൈംസ് എത്ര എടുത്തു? 200 മില്ലി ലിറ്റർ. 2 ടൈംസ് 200 മില്ലി ലിറ്റർ. ഓക്കെ, ടൈംസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർക്കുക ഇൻറ്റു. 2 × 200. അപ്പോൾ എത്ര വരും? 2 × 2 എത്രയാണ്? 4. പിന്നെ ഒരു 2 സീറോയും കൂടെ കൊടുത്തു. എത്ര വരും? 400 മില്ലി ലിറ്റർ. 400 മില്ലി ലിറ്റർ. മനസ്സിലായോ? ആദ്യം എത്രയായിരുന്നു? 1 ലിറ്ററിൽ 1 ലിറ്റർ ക്യാൻ 3 പ്രാവശ്യം ഫില്ല് ചെയ്തു. 1 ലിറ്റർ ക്യാനിൽ 1 ലിറ്റർ ക്യാൻ ഫിൽഡ് 3 ടൈംസ്, 3 തവണയായിട്ട്. അപ്പോൾ 1 × 3 3 ലിറ്റർ. പിന്നെ 200 മില്ലി ലിറ്റർ ക്യാനിൽ 2 ടൈംസ്, 200 മില്ലി ലിറ്റർ ക്യാനിൽ 2 ടൈംസ്. അപ്പോൾ 200 × 2 അല്ലെ, 2 × 200 എത്ര വരും? 400 മില്ലി ലിറ്റർ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ടോട്ടൽ എത്രയാണ്. അപ്പോൾ ലിറ്ററും നമുക്ക് എഴുതാനുണ്ട്, മില്ലി ലിറ്ററും എഴുതാനുണ്ട്. ലിറ്റർ എത്രയാണ്? 3 ലിറ്ററും 400 മില്ലി ലിറ്റർ. മനസ്സിലായോ?
അടുത്ത നോക്കിക്കേ, ബഷീർ കെയിം ടു ബൈ മിൽക്ക് ഫോർ ഹിസ് ടീ ഷോപ്പ്. ഹി വാസ് ഗിവൺ 3 liters ഓഫ് ദ മിൽക്ക് ബ്രോഡ് ബൈ ലെജൂസ് ഫാദർ. ഹൗ മച്ച് ഓഫ് ഇറ്റ് ഈസ് ലെഫ്റ്റ്? അതായത് ബഷീർ എന്നൊരാൾ അദ്ദേഹത്തിൻ്റെ കടയിലേക്ക് വേണ്ടി മിൽക്ക് മേടിക്കാനായിട്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഗിവൺ 3 liters ഓഫ് ദ മിൽക്ക് ബോട്ട് ബൈ ലെജൂസ് ഫാദർ. ലെജുവിൻ്റെ അച്ഛൻ കൊണ്ടുവന്നതിൽ നിന്നും 3 liter ആണ് കൊടുത്തത്. അപ്പം ലെജുവിൻ്റെ ഫാദർ എത്രയായിരുന്നു കൊണ്ടുവന്നത്? കഴിഞ്ഞ കണക്കെടുത്തേ, എത്രയായിരുന്നു? 4 + 1 5 liter. 5 liter ആണ് ലെജുവിൻ്റെ ഫാദർ കൊണ്ടുവന്നത്. അതിൽ എത്രയാണ് ഇപ്പോൾ ബഷീറിന് കൊടുത്തത്? 3 liter കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമുക്ക് എഴുതാം, ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ലെജൂസ് ഫാദർ സോൾഡ് എത്രയാണ് വരുന്നത്? 5 liter ആണല്ലേ. 5 liter ആണ് ലെജുവിൻ്റെ ഫാദർ കൊടുത്തത്. അതിൽ എത്രയാണ് ബഷീറിന് കൊടുത്തത്? 3 liter ആണ് ബഷീറിന് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്രയായിരിക്കും വരുന്നത്? ബാലൻസ് എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? മുഴുവനും എത്ര ഉണ്ടായിരുന്നു? 5 ആയിരുന്നു മുഴുവനും ഉണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ മനസ്സിലോർത്തേ, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 5 liter മിൽക്കുണ്ട്. നിങ്ങളുടെ കയ്യിൽ 5 liter മിൽക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം ഓർക്കാൻ വേണ്ടിയിട്ട്, എളുപ്പം മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ പറയാം, നിങ്ങളുടെ കയ്യിൽ ഫിംഗേഴ്സ് 5 ഇങ്ങനെ എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ 5 liter മിൽക്കുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് എത്രയാണ് നമ്മളിപ്പം ബഷീറിന് കൊടുക്കാൻ പോകുന്നത്? 3 liter ആണ് ബഷീറിന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടുക. ഈ 5ൽ നിന്നും 3 അങ്ങ് പോകുകയാണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുമല്ല, നമ്മുടെ കയ്യിൽ നിന്നും പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? 5 literൽ നിന്നും -3 liter ആണ് നമ്മൾ ചെയ്യുന്നത്. 5 liter - 3 liter ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എത്ര വരും? 5ൽ നിന്ന് 3 പോയി കഴിഞ്ഞാൽ ബാക്കി 2 liter ആണ് ബാക്കി വരുന്നത്. അപ്പോൾ ബാലൻസ് ഇപ്പോൾ എത്രയുണ്ട്? 2 liter ആണ് ബാക്കിയുള്ളത്. ലെജുവിൻ്റെ ഫാദർ വിറ്റത് 5 liter മിൽക്കായിരുന്നു. ബഷീറിന് കൊടുത്തത് 3 liter. അപ്പോൾ 5 ഉണ്ടായിരുന്നു, 3 ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകുകയാണ് ചെയ്തത്. അപ്പോൾ ബാക്കിയോ? ബാക്കി കണ്ടുപിടിക്കാൻ നമ്മളതിനെ സബ്ട്രാക്റ്റ് ചെയ്തു, മൈനസ് ചെയ്തു. അപ്പോൾ എത്രയാണ് ആൻസർ വന്നത്? 2 liter. ബാക്കി 2 liter മിൽക്കാണ് ഉള്ളത്. അപ്പോൾ അത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത പോർഷനിലേക്ക് പോകാം. സ്മോൾ മെഷേഴ്സ്. റൈറ്റ് സം ഇൻസ്റ്റൻസസ് ഓഫ് യൂസിങ് ദ തിങ്സ് ഷോൺ ഇൻ ദ പിക്ചർ. അപ്പോൾ ഇവിടെ ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ഓരോ സാധനങ്ങളും എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? സിറിഞ്ച് എന്തിനാണ്? നമുക്ക് മെഡിസിനൊക്കെ ഇഞ്ചെക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സിറിഞ്ച് ഉപയോഗിക്കും. ഡ്രോപ്പർ എന്തിനാണ്? ഡ്രോപ്പർ കാണിച്ചിട്ടുണ്ട് ഫസ്റ്റ് അല്ലേ. ഡ്രോപ്പർ എന്തിനാണ്? നമുക്കിപ്പം എന്തെങ്കിലും നമ്മൾ കണ്ണിലൊക്കെ ഒഴിക്കുന്ന മരുന്നല്ലേ, ഐ ഡ്രോപ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ഡ്രോപ്പർ എടുത്തിട്ട് ഇങ്ങനെ മരുന്ന് എടുത്തതിന് ശേഷമാണ് ഓരോ ഡ്രോപ്പ് ബൈ ഡ്രോപ്പായിട്ട് നമ്മൾ മരുന്ന് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലേ. ഇനി അടുത്തത് എന്താ? സ്പൂൺ കൊടുത്തിട്ടുണ്ടല്ലേ. സ്പൂൺ എന്തിനാണ്? നമുക്കിപ്പോൾ എന്തെങ്കിലും ഷുഗറോ സോൾട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പൂൺ ആവശ്യമാണ്. പിന്നെ അടുത്തത് കൊടുത്തിട്ടുണ്ട്, ഒരു ഔൺസ് ജാറാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഔൺസ് ജാറാണ്. ഔൺസ് ജാർ എന്തിനാണ്? ഇപ്പോൾ മെഡിസിൻ മരുന്നൊക്കെ നമുക്ക് ഇങ്ങനെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഔൺസ് ജാർ എടുക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഹൗ മച്ച് മെഡിസിൻ ക്യാൻ ദ സ്മോൾ സ്പൂൺ ഹോൾഡ്? എത്ര മെഡിസിനാണ് നമ്മുടെ സ്മോൾ സ്പൂൺ, ചെറിയ സ്പൂണിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്? അതുപോലെ ഒരു ബോട്ടിൽ ക്യാപ്പിൽ എത്രമാത്രം വാട്ടറും മെഷർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്പൂൺ അല്ലെങ്കിൽ ബോട്ടിൽ ക്യാപ്പ് എടുത്തിട്ട് ഇത് മെഷർ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇത് എഴുതാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. അടുത്തൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. നമുക്കൊന്ന് ആൻസർ കണ്ടുപിടിക്കാം. അപ്പം എളുപ്പമല്ലേ, നമ്മൾ പഠിച്ചു എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു. നമ്മൾ കഴിഞ്ഞ 2 കണക്ക് നമ്മളിപ്പോൾ ചെയ്തു. ഇനി നമുക്കിത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അത്തർ സെയിൽസ്. ലെജൂസ് ഫാദർ സെൽസ് അത്തർ ഓൾസോ. ഹി ബൈസ് അത്തർ ഫ്രം ഹോൾസെയിൽ മെർച്ചൻസ് ആൻഡ് സെൽ ഇറ്റ് ഇൻ 5 milliliter ബോട്ടിൽസ്. അപ്പോൾ ലെജുവിൻ്റെ ഫാദറിന് അത്തർ വിൽക്കുന്ന കച്ചവടമുണ്ടല്ലോ, അത്തറിൻ്റെ കച്ചവടമുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താ ചെയ്യുന്നത്? ഹോൾസെയിൽ മെർച്ചൻസിൻ്റെ ഇത് മേടിച്ചിട്ട്, അതായത് മുഴുവൻ ആയിട്ട് ഇത് മേടിച്ചിട്ട് 5 milliliter ബോട്ടിൽസിലാക്കിയാണ് വിൽക്കുന്നത്. കേട്ടല്ലോ, എത്ര ബോട്ടിലാണ്? 5 milliliter. അപ്പം ഏതാണ്? വലുതാണോ ചെറിയ അളവാണോ ഇത്?
ചെറിയ അളവ്, മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയ അളവ്. 5 മില്ലി ലിറ്റർ ചെറിയ ബോട്ടിൽ, 5 മില്ലി ലിറ്ററിൻ്റെ ബോട്ടിലാണ് അദ്ദേഹം വിൽക്കുന്നത്. ഹൗ മച്ച് അത്തർ ഈസ് നീഡഡ് ടു ഫിൽ 20 സച്ച് ബോട്ടിൽസ്? അപ്പോൾ എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 5 മില്ലി ലിറ്ററിൻ്റെ ബോട്ടിലാക്കിയാണ് അദ്ദേഹം വിൽക്കുന്നത് അല്ലേ? 5 മില്ലി ലിറ്റർ ബോട്ടിൽസിലാണ് അദ്ദേഹം വിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20 ബോട്ടിൽസ് ഫില്ല് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് എത്ര വേണം എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ അറിയാൻ പറ്റും? എന്തൊക്കെ കാര്യങ്ങൾ നമുക്കിവിടെ അറിയാൻ പറഞ്ഞിട്ടുണ്ട്? എന്തൊക്കെ തന്നിട്ടുണ്ട്? ഒന്ന്, 5 മില്ലി ലിറ്റർ ആണ് ഒരു ബോട്ടിൽ. 5 മില്ലി ലിറ്റർ നമുക്കിങ്ങനെ എഴുതാം 5 ml കേട്ടോ. മില്ലി ലിറ്റർ എന്നുള്ളതിനെ നമ്മൾ ചെറുതാക്കി ml എന്ന് എഴുതിയിരിക്കുകയാണ്. 5 മില്ലി ലിറ്റർ ആണ് ഒരു ബോട്ടിൽ അല്ലേ? 5 മില്ലി ലിറ്റർ ആണ് 1 ബോട്ടിൽ വരുന്നത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 10 മില്ലി ലിറ്റർ വരുമ്പോൾ എത്രയായിരിക്കും? 5 ആകുമ്പോൾ 1 ആയി. 10 എന്ന് പറയുമ്പോൾ 5 + 5 അല്ലേ 10 ആകുമ്പോഴത്തേനും എത്ര ബോട്ടിലാവും? 2 ബോട്ടിൽ വേണ്ടി വരും അല്ലേ? 15 ആകുമ്പോൾ എത്ര വരും? 15 ആകുമ്പോൾ 5, 10, 15 ആകുമ്പോൾ എത്ര? 3 ബോട്ടിൽ വേണം അല്ലേ? 15 ആകുമ്പോൾ 3 ബോട്ടിൽ വേണം. 20 ആകുമ്പോൾ എത്ര ബോട്ടിൽ വേണം? 4 ബോട്ടിൽ വേണം അല്ലേ? 5 ആയിരുന്നപ്പോൾ ഒരു ബോട്ടിൽ, 5 മില്ലി ലിറ്റർ ആയിരുന്നപ്പോൾ ഒരു ബോട്ടിലാണ് വെക്കുന്നത്. 10 മില്ലി ലിറ്റർ ആകുമ്പോൾ എത്ര ബോട്ടിലുണ്ടാവും? 2 ബോട്ടിലുണ്ടാവും. അതായത് 2 ബോട്ടിൽ മേടിക്കുമ്പോഴാണ് നമുക്ക് 10 മില്ലി ലിറ്റർ കിട്ടുന്നത്. 15 മില്ലി ലിറ്റർ ആകുമ്പോഴോ 3 ബോട്ടിൽസ് ആവും. 20 മില്ലി ലിറ്റേഴ്സ് ആകുമ്പോഴോ 4 ബോട്ടിൽസ് ആവും. അപ്പം അങ്ങനെ നമുക്ക് എത്ര വേണേലും ഇതുപോലെ ഇങ്ങനെ നമുക്ക് എഴുതി പോകാം. ഇനി അടുത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് 20 ബോട്ടിൽസ് ഫില്ല് ചെയ്യാൻ എത്ര അത്തർ വേണം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ പറഞ്ഞു 5 മില്ലി ലിറ്ററിന് ഒരു ബോട്ടിലാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 20 ബോട്ടിൽ ഫില്ല് ചെയ്യാനായിട്ട് എത്ര മില്ലി ലിറ്റർ വേണം, അല്ലെങ്കിൽ എത്ര വേണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ബോട്ടിലിൽ എത്രയാണ് വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ബോട്ടിലിൽ 5 മില്ലി ലിറ്റർ ആണ് വരുന്നത്. 2 ബോട്ടിൽ വരുമ്പോഴോ 5 + ഒരു 5 കൂടെ വരും, 10 മില്ലി ലിറ്റർ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ 20 ബോട്ടിൽ വരുമ്പോൾ എത്ര മില്ലി ലിറ്റർ ആകും എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. 20 ബോട്ടിൽസ് വരുമ്പോൾ എത്ര മില്ലി ലിറ്റർ ആകും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതെങ്ങനെ കണ്ടുപിടിക്കും? എത്രയാണ് ഓരോ തവണയും ബോട്ടിൽ കൂടുന്നതനുസരിച്ച് ഇവിടെ മില്ലി ലിറ്ററിലും വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ 20 ബോട്ടിലാകുമ്പോൾ ഒരു ബോട്ടിലിൽ എത്രയാണ് വരുന്നത്? 5 മില്ലി ലിറ്റർ വെച്ച് 20 ബോട്ടിൽ. അപ്പോൾ എങ്ങനെ വരും? 20 × 5. അതായത് ഈ 5 ml എത്ര പ്രാവശ്യം വരണം? 20 ടൈംസ്. നമ്മളിങ്ങനെ നേരത്തെ നമ്മൾ എഴുതിയില്ല, അതുപോലെ ഇങ്ങനെ എഴുതി ഇങ്ങനെ പോകുമ്പോൾ 20 വരെ വരണം. 20 ടൈംസ് നമ്മളിത് എഴുതണം. ഞാൻ മുമ്പ് പറഞ്ഞു ടൈംസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻറ്റു. 20 × 5. 20 × 5 നമുക്ക് ചെയ്യുമ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 100 ml. നിങ്ങൾ ചെയ്ത് നോക്കണേ. 20 × 5 ചെയ്യുമ്പോൾ 100 ml ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ള അത്തർ എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായോ കുഞ്ഞുങ്ങളെ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ആദ്യം ഇങ്ങനെ അങ്ങനെ പറഞ്ഞത്. ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യാനായിട്ട് 5 മില്ലി ലിറ്റർ നമുക്ക് വേണം. 2 ബോട്ടിൽ ഫില്ല് ചെയ്യാനോ 5 + 5 നമുക്ക് 10 വേണ്ടി വരും അല്ലേ? 5 + 5 നമുക്ക് 10 ചെയ്യേണ്ടി വരും. ഇനി 3 ബോട്ടിലാകുമ്പോൾ വീണ്ടും 5 കൂടും. 5ഉം 10ഉം 15 മില്ലി ലിറ്റർ വേണം. അങ്ങനെയാണെങ്കിൽ 20 ബോട്ടിൽസ് ആണെങ്കിൽ എത്ര മില്ലി ലിറ്റർ അവിടെ കാണും? എന്തുമാത്രം അത്ര നമുക്ക് വേണ്ടി വരും എന്ന് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്തത്?
ഈ 20 ആണല്ലേ. 5 എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ എഴുതി പോകണം? 5 വെച്ച് ഇങ്ങനെ കൂട്ടി നമ്മൾ 20 ടൈംസ് നമ്മൾ കൂട്ടേണ്ടി വരും. അതിലും എളുപ്പമാണ് 20 ടൈംസ് ആണല്ലേ. അപ്പോൾ 20 ഇൻറ്റു 5, 5ൻ്റെ 20 ടൈംസ് നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ എത്രയാണ് ആൻസർ വരുന്നത്? 100 മില്ലി ലിറ്റർ ആണ് 20 ബോട്ടിൽ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം. അടുത്ത് നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ മെനി ബോട്ടിൽസ് ക്യാൻ ബി ഫിൽഡ് വിത്ത് 20 മില്ലി ലിറ്റേഴ്സ് ഓഫ് അത്തർ. ഇനി നമ്മുടെ കയ്യിൽ 20 മില്ലി ലിറ്റേഴ്സ് ആണുള്ളത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു. നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതിയത്? 1 ബോട്ടിലിൽ നമുക്ക് 5 മില്ലി ലിറ്റർ മതി അല്ലേ. 2 ബോട്ടിലിൽ നമുക്ക് 10 മില്ലി ലിറ്റർ എങ്ങനെയായിരുന്നു നമ്മൾ എഴുതിയത് അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 20 മില്ലി ലിറ്റേഴ്സ് നമുക്ക് ഫില്ല് ചെയ്യാൻ, അതായത് ഇവിടെ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. 20 മില്ലി ലിറ്റേഴ്സ് നമുക്ക് ഫില്ല് ചെയ്യാൻ എത്ര ബോട്ടിൽസ് നമുക്ക് ആവശ്യമാണ്, എത്ര കുപ്പികൾ നമുക്ക് വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇങ്ങനൊരു കണക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്നല്ലേ. അതായത് ഇവിടെ എത്ര എണ്ണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 20 ആണ് മുഴുവനും. ഈ 20 ആണ് നമുക്കുള്ളത്. നമുക്കറിയാം ഒരെണ്ണത്തിൽ 5 മില്ലി ലിറ്റർ വെച്ചാണ്, അതായത് ഒരു ബോട്ടിലാണ് 5 മില്ലി ലിറ്റർ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെ കണ്ടുപിടിക്കും? 20 ഡിവൈഡഡ് ബൈ 5 നമ്മൾ ചെയ്യും. 20 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ബോട്ടിൽ ആവശ്യമാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. എത്ര വരും? 20 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ ആൻസർ 4 ആണ് വരുന്നത്. 5 4s 20 ആണല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഡിവിഷൻ ചെയ്തു. 20 ഡിവൈഡ് ബൈ 4 ഇസ് ഈക്വൽ ടു 20 ഡിവൈഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 4. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? ആദ്യം എന്തായിരുന്നു പറഞ്ഞത്? നമ്മുടെ കയ്യിൽ 20 ബോട്ടിലുണ്ട്, 20 ബോട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര അത്തർ നമുക്കതിൽ ഫില്ല് ചെയ്യാൻ പറ്റും? ഒരു ബോട്ടിലിൽ 5 മില്ലി ലിറ്റർ ആണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ 20 ബോട്ടിലാവുമ്പം 5 മില്ലി ലിറ്റർ വെച്ച് 20 ടൈംസ് നമ്മൾ ഫില്ല് ചെയ്യണം. 20 തവണ നമ്മൾ 5 ലിറ്റർ എന്ന് പറഞ്ഞ് ഓരോ കുപ്പിയിൽ ഒഴിക്കണം. അപ്പോൾ 20 ടൈംസ് 20 തവണ എന്ന് പറയുമ്പോൾ 20 ഇൻറ്റു 5 എത്രയാണ് വരുന്നത്? ആൻസർ 100 വന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചത് ഹൗ മെനി ബോട്ടിൽസ് ക്യാൻ ബി ഫിൽഡ് വിത്ത് 20 മില്ലി ലിറ്റേഴ്സ് ഓഫ് അത്തർ. 20 മില്ലി ലിറ്റേഴ്സ് ഓഫ് അത്തർ നമ്മുടെ കയ്യിലുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് എത്ര ബോട്ടിൽ ഫില്ല് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യാൻ എത്രയാണ് നമുക്ക് ആവശ്യം? 5 മില്ലി ലിറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 20 ബോട്ടിൽസ് നമുക്ക് 20 മില്ലി ലിറ്റേഴ്സ് നമുക്കുണ്ടെങ്കിലോ, അതായത് 5 മില്ലി ലിറ്റർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരു ബോട്ടിൽ ഫില്ല് ചെയ്യാം. അപ്പോൾ 20 മില്ലി ലിറ്റേഴ്സ് ആകുമ്പോഴോ ഒരു ബോട്ടിൽ എത്രയാണ് വേണ്ടത്? 5. അപ്പോൾ 20 ഡിവൈഡഡ് ബൈ 5 നമ്മൾ ചെയ്തു. ആൻസർ എത്ര വന്നു? 4. മനസ്സിലായോ? നെക്സ്റ്റ് നോക്കിക്കേ, സൂപ്പർ മാർക്കറ്റ്. ഇനി നമ്മുടെ ലജുവിൻ്റെ ഫാദറും കൂടി സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. കാരണം ലജുവിൻ്റെ ഫാദറിന് സൂപ്പർ മാർക്കറ്റിൽ അത്തർ സപ്ലൈ ചെയ്യണം. അപ്പോൾ ലജു കൂടെ പോയി. അപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് തിങ്സ് ആർ ബോട്ട് ഇൻ യുവർ ഹോം വിച്ച് വെയ് 1 കിലോഗ്രാം. 1 കിലോഗ്രാം ഭാരം വരുന്ന, 1 കിലോ ഭാരം വരുന്ന എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ മേടിച്ചിട്ടുള്ളത്? എന്തൊക്കെ മേടിക്കും? നമ്മൾ കിലോ കണക്ക് പറയാറുണ്ടല്ലേ. നേരത്തെ നമ്മൾ ലിറ്റർ എന്നുള്ള കണക്കാണ് പറഞ്ഞത്. ലിറ്റർ പറഞ്ഞു, മില്ലി ലിറ്റർ പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പറയുന്നത് കിലോഗ്രാം ആണ് കേട്ടോ, കിലോഗ്രാം. അപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ വെയിറ്റ് ഓൾറെഡി, ഈ മെഷർമെൻറ്റ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ കിലോ എന്നുള്ള ആ ഒരു മെഷർമെൻറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് മേടിക്കുന്നത്? നമ്മൾ ഷുഗർ മേടിക്കും അല്ലേ, ഷുഗർ മേടിക്കും, റൈസ് മേടിക്കും, അതുപോലെ ആട്ട മേടിക്കും, അങ്ങനെ കുറേ സാധനങ്ങൾ, ഒണിയൻ മേടിക്കും അല്ലേ, ഒരുപാട് സാധനങ്ങൾ നമ്മൾ മേടിക്കും. അപ്പോൾ അതൊക്കെ ഇവിടെ എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ലജുവിൻ്റെ ഫാദർ പറയുന്നുണ്ട് മസ്റ്റ് ബൈ എ കിലോഗ്രാം ഓഫ് ഷുഗർ. നമുക്ക് 1 കിലോ ഷുഗർ മേടിക്കാമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ഇവിടെ ലജുവും ലജുവിൻ്റെ അച്ഛനും കൂടി എന്തൊക്കെ സാധനങ്ങളാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്? റൈസ് ഉണ്ട് 10 കിലോഗ്രാം,
ഷുഗർ 1 കിലോഗ്രാം, ആട്ട 1 കിലോഗ്രാം, റവ 2 കിലോഗ്രാം, ഗ്രീൻ ഗ്രാം 1 കിലോഗ്രാം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അല്ലേ? കണ്ടോ? ഇതൊക്കെയാണ് വാങ്ങിയത്. ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ തിങ് ബോട്ട് ഫ്രം ദ സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇനി നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവർ ഈ വാങ്ങിയ സാധനങ്ങളുടെ എല്ലാം ടോട്ടൽ വെയ്റ്റ്, മുഴുവൻ എത്ര വെയ്റ്റ് ഉണ്ട്? ഓരോ സാധനങ്ങളുടെയും വെയ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതെല്ലാം കൂടി ആകെ എത്രയാണ് വെയ്റ്റ് ഉള്ളത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടെ ഇതിൻ്റെ മുഴുവനും അറിയണ്ട അല്ലേ? ടോട്ടലാണ് അറിയേണ്ടത്. ടോട്ടൽ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതെല്ലാം കൂടി നമ്മൾ കൂട്ടണം. ടോട്ടൽ അറിയണമെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം, കൂട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കാം എത്രയാണെന്നുള്ളത്. എന്തൊക്കെയുണ്ട്? 10 + 1 + 2 + 1 + 2 + 1. മൊത്തം എത്ര വരും? നിങ്ങളൊന്ന് കൂട്ടി നോക്കിക്കേ. 10 + 1 + 2 + 1 + 2 + 1 മുഴുവൻ എത്ര വരുന്നതെന്നൊന്ന് കൂട്ടി നോക്കിക്കേ. എത്രയാണ് ആൻസർ വരുന്നത്? 17 കിലോഗ്രാം. മുഴുവനും എത്രയാണ് വരുന്നത്? 17 കിലോഗ്രാം. 17 കിലോഗ്രാമാണ് മുഴുവനും കൂടി വെയിറ്റ് വരുന്നത്. ഓക്കെ, മനസ്സിലായോ? എത്രയാണ് വെയിറ്റ് വരുന്നത്? 17 കിലോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ഒരു കാര്യം ചോദിച്ചിരിക്കുന്നുണ്ടോ? വാട്ട് തിങ്സ് ഇൻ ദ ക്ലാസ് റൂം ക്യാൻ യു ലിഫ്റ്റ് യുവർ സെൽഫ്? വാട്ട് ആർ ദ തിങ്സ് യു കനോട്ട് ലിഫ്റ്റ്? അപ്പം ഇവർക്ക് ലജു ആണെങ്കിൽ ഇത്രയും വെയിറ്റ് ഉള്ള സാധനം ആയതുകൊണ്ട് അവർക്ക് ഇതെല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ പറഞ്ഞത്? നമുക്കൊരു ഓട്ടോയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. അതുപോലെ നിങ്ങൾക്കും ചിലപ്പോൾ എല്ലാ സാധനമൊന്നും എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അല്ലേ? ചില സാധനങ്ങൾക്കൊക്കെ വലിയ വെയിറ്റ് ഉണ്ട്, ചിലതിന് വലിയ വെയിറ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി എടുക്കാൻ പറ്റുന്ന സാധനങ്ങളും നിങ്ങൾക്ക് കഴിയാത്ത കാര്യങ്ങളും എന്തൊക്കെയാണ് നിങ്ങളുടെ ക്ലാസ് റൂമിലുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതെങ്ങനെ, എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ടിഫിൻ ബോക്സ് അല്ലെങ്കിൽ ഒരു ചെയർ, ഇതൊക്കെ ചോക്ക്, ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അല്ലേ? എന്നാൽ നമുക്ക് എടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ ടേബിൾ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഡെസ്ക് എടുക്കാൻ പറ്റുമോ? ബെഞ്ച് എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പ്രയാസമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഈ ബോക്സിൽ എഴുതാം. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ഹൗ മെനി ഇൻസ്ട്രുമെൻറ്റ്സ് ടു വെയ്? നമുക്ക് വെയിറ്റ് കണ്ടുപിടിക്കാൻ എന്തൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഉള്ളത്? എന്തൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പിക്ചറിൽ ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? മെഷർ ചെയ്യാനായിട്ട് കണ്ടോ? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നതാണ്? മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ മുമ്പ് പഠിച്ചത് ലിറ്ററും മില്ലി ലിറ്ററും. അതുപോലെ അടുത്തതിന് നമ്മൾ നോക്കുന്നത് കിലോഗ്രാമും ഗ്രാമും. ഇപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറഞ്ഞു, ലജു സൂപ്പർ മാർക്കറ്റിൽ പോയ കാര്യം പറഞ്ഞപ്പോഴും കിലോഗ്രാം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇനി ഇതെന്താണ്? കിലോഗ്രാം എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വെയിറ്റ് ഈസ് മെഷേർഡ് ഇൻ കിലോഗ്രാം ഓർ ഗ്രാം. വെയിറ്റ് അളക്കുന്നതിൻ്റെ മെഷർമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കിലോഗ്രാം എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ എണ്ണയും അങ്ങനെയുള്ള വെള്ളവും അതൊക്കെ നമ്മൾ എന്തുമാത്രം ഒരു കുപ്പിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും, എത്രത്തോളം കൊള്ളും എന്നുള്ളതാണ് നോക്കിയതല്ലേ? അത് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? ലിറ്ററിലാണ്, അല്ലെങ്കിൽ അതിനേക്കാട്ടിലും ചെറിയ യൂണിറ്റാണ് മില്ലി ലിറ്റർ അല്ലേ? ലിറ്റർ അല്ലെങ്കിൽ മില്ലി ലിറ്റർ. ഇനി നമ്മൾ വെയിറ്റ്, ഭാരം അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെഷർമെൻ്റ് ആണ് എന്ത്? കിലോഗ്രാം അല്ലെങ്കിൽ ഗ്രാം. ശ്രദ്ധിച്ച് കേൾക്കുക. നേരത്തെ നമ്മൾ വെള്ളം, എണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ലിറ്റർ അല്ലെങ്കിൽ മില്ലി ലിറ്റർ എന്ന് പറഞ്ഞു. ഭാരം അളക്കാൻ അല്ലെങ്കിൽ വെയിറ്റ് അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെഷറാണ് എന്ത്? കിലോഗ്രാം. കിലോഗ്രാമിനെക്കാട്ടിലും ചെറിയ യൂണിറ്റാണ് ഗ്രാം. ലിറ്ററിനെക്കാട്ടിലും ചെറിയ മെഷർമെൻ്റ് ആണ് മില്ലി ലിറ്റർ. അതുപോലെ കിലോഗ്രാമാണ് വലുത്, കിലോഗ്രാമിനെക്കാട്ടിലും ചെറിയ മെഷറാണ് ഏത്? ഗ്രാം എന്ന് പറയുന്നത്. മനസ്സിലായോ കുഞ്ഞുങ്ങളെ? അടുത്ത നോക്കിക്കേ, ലെറ്റ്സ് വെയിറ്റ്. നമുക്ക് അളന്ന് നോക്കാം. എന്താ നമ്മൾ അളന്ന് നോക്കാൻ പോകുന്നത്? വെയിറ്റ് ഓഫ് മൈ ബാഗ്. നമ്മുടെ ബാഗിൻ്റെ വെയിറ്റ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ ബാഗിൻ്റെ വെയിറ്റ്. അപ്പം അതും ഗസ് ചെയ്യുക എത്ര കിലോ കാണും എന്നൊന്ന് ആദ്യം വെറുതെ ഒന്ന് ഊഹിച്ച് നോക്കുക.
ദെൻ മെഷർ ചെയ്ത് നോക്കുക, അളന്ന് നോക്കുക. ഫ്രണ്ടിൻ്റെതും അതുപോലെ തന്നെ. പിന്നെ അടുത്തത് നിങ്ങളുടെ വെയിറ്റും നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ വെയിറ്റും അതും അതുപോലെ തന്നെ ആദ്യം ഒന്ന് ഗസ് ചെയ്ത് നോക്കുക, എന്നിട്ട് ആക്ച്വൽ എത്രയാണെന്നുള്ളത് എഴുതുക. നെക്സ്റ്റ് പേജിലേക്ക് വന്നേ. ഹെൽത്ത് ചാർട്ട്. ഗെറ്റ് ദീസ് ഡീറ്റെയിൽസ് അബൌട്ട് യുവർ ക്ലാസ്മേറ്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇവിടെ നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിൻ്റെ കുറച്ച് വിവരങ്ങൾ കളക്ട് ചെയ്ത് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ബോയ്സും ഗേൾസും സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. ബോയ്സിൻ്റെ പേര്, അവരുടെ നെയിം, ഏജ്, പ്രായം, ഹൈറ്റ്, വെയിറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? എന്തൊക്കെയാണ്? അവരുടെ ഹൈറ്റ് എത്ര, അവരുടെ വെയിറ്റ് എത്ര, ഇത്രയും കാര്യങ്ങളും ഏജും നിങ്ങൾ എഴുതി ഈ ടേബിൾ, ഈ ചാർട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അടുത്തൊരു ടേബിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? ദി ടേബിൾ ബിലോ ഷോസ് ദ ഐഡിയൽ ഹൈറ്റ് ആൻഡ് വെയിറ്റ് ഫോർ ചിൽഡ്രൻ ഓഫ് 7, 8 ആൻഡ് 9 ഇയേഴ്സ് അക്കോർഡിംഗ് ടു ദ ചാർട്ട് ഇൻ ഫാമിലി ഹെൽത്ത് സെൻറ്റർ. ഫാമിലി ഹെൽത്ത് സെൻറ്ററിലെ ഒരു ചാർട്ടാണ്. 7, 8, 9 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ ഹൈറ്റും വെയിറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾ നേരത്തെ നിങ്ങളുടെ കൂട്ടുകാരെക്കുറിച്ച് എഴുതിയ ചാർട്ടും ഇതും കൂടി വെച്ച് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? അതായത് ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള ആ പ്രപ്പോർഷൻ കറക്റ്റാണോ, ആനുപാതികം കറക്റ്റാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഇത് ചെയ്യാനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കുക. രണ്ടും തമ്മിൽ ടേബിൾ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഫുഡ് കിറ്റ്. ലജുവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള പുഞ്ചിരി ക്ലബ്ബിൽ ഓണം പ്രമാണിച്ച് ഒരു ഫുഡ് കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഫുഡ് കിറ്റിൻ്റെ അകത്തുള്ള സാധനങ്ങളും ഓക്കെ, മനസ്സിലായോ? ഈ ഫുഡ് കിറ്റിൻ്റെ അകത്ത് കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതിൻ്റെ വെയിറ്റ് എത്ര, ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലിസ്റ്റ് നിങ്ങൾ കണ്ടോ? എന്തൊക്കെയാണ് ഉള്ളത്? ടീ, ഷുഗർ, കാഷ്യൂ നട്ട്സ്, ഗീ, കാർഡമം, ബനാന ചിപ്സ്, പിന്നെ ചില്ലി പൗഡർ, ടർമറിക് പൗഡർ, കോക്കനട്ട് ഓയിൽ, റോ റൈസ്, ഗ്രീൻ ഗ്രാം, പീജൻ പീ, സോൾട്ട്, ബനാന ചിപ്സ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളോട് ചില ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ മെനി തിങ്സ് ഇൻ ദ കിറ്റ് വെയ് 1 കിലോഗ്രാം. അതായത് ഈ കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് 1 കിലോഗ്രാം തൂക്കം വരുന്നത്? എത്ര സാധനങ്ങളുണ്ട്? 1 കിലോഗ്രാം തൂക്കം വരുന്ന എത്ര സാധനങ്ങളുണ്ട്? എന്തൊക്കെയാണ്? ഷുഗർ ഉണ്ടല്ലേ, പിന്നെ കോക്കനട്ട് ഓയിലുണ്ട്, സോൾട്ട് ഉണ്ട്. അപ്പോൾ എത്ര സാധനങ്ങളുണ്ട്? 3 സാധനങ്ങളാണ് ഉള്ളത്. വാട്ട് ഈസ് ദെയർ ടോട്ടൽ വെയിറ്റ്? അപ്പോൾ ഇവയുടെ ടോട്ടൽ വെയിറ്റ് ചോദിച്ചിട്ടുണ്ട്. മുഴുവനും എത്ര ഉണ്ട്? അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 3 സാധനങ്ങളാണ് 1 കിലോ വെച്ചിട്ട് 3 എണ്ണാകുമ്പോൾ 3 kg, കിലോഗ്രാം. കേട്ടല്ലോ? നമ്മൾ നേരത്തെ കിലോഗ്രാം പറഞ്ഞില്ലേ, ആ കിലോഗ്രാമിനെ നമ്മൾ ഷോർട്ടാക്കി kg എന്ന് എഴുതും. ലിറ്ററിനെ നമ്മൾ എല്ലെന്ന് എഴുതില്ല, അതുപോലെ 3 kg. അപ്പം മനസ്സിലായത് എങ്ങനെയാണ് കിട്ടിയെന്ന്? 1 കിലോഗ്രാം ആണ് ഇപ്പോൾ ഷുഗർ 1 കിലോഗ്രാം, അതുപോലെ കോക്കനട്ട് ഓയിൽ 1 കിലോഗ്രാം. അപ്പോൾ എത്രയായി? 1 + 1 2 കിലോഗ്രാം ആയി. സോൾട്ട് എത്ര ഉണ്ട്? 1 ഉണ്ട്. അപ്പോൾ 2 + 1 3 കിലോഗ്രാം ആണ് മുഴുവനും ഉള്ളത്. അടുത്ത പേജ് എടുത്തേ. വിച്ച് തിങ്സ് ഇൻ ദ കിറ്റ് വെയ് ലെസ് ദാൻ 1 കിലോഗ്രാം? കണ്ടോ ചോദിച്ചിരിക്കുന്നത്? 1 കിലോഗ്രാമിനെക്കാട്ടിലും കുറച്ച് വെയിറ്റ് വരുന്ന, 1 കിലോഗ്രാമിൽ താഴെ വെയിറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതെന്തൊക്കെ സാധനങ്ങളാണ്? 1 കിലോഗ്രാമിൽ താഴെ വെയിറ്റ് വരുന്നത്. 1 കിലോഗ്രാമിൽ താഴെ വെയിറ്റ് വരിക എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ പറയും? ഗ്രാം അല്ലേ? കിലോഗ്രാമിനെക്കാട്ടിലും ചെറിയ യൂണിറ്റ്, ചെറിയ മെഷറാണ് ഗ്രാം. അപ്പോൾ 1 കിലോഗ്രാമിനെക്കാട്ടിലും കുറച്ച് താഴെ വെയിറ്റ് വരുന്ന എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്? നോക്കിക്കേ, എന്തൊക്കെ സാധനങ്ങളുണ്ട്? നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്തൊക്കെയുണ്ട്? 1 കിലോഗ്രാമിൻ്റെ സാധനങ്ങളെല്ലാം നമ്മൾ മാറ്റി. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എത്രയാണ്? 1 കിലോഗ്രാമിൽ താഴെ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതെത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് എഴുതുക. മനസ്സിലായോ? എണ്ണി നോക്കുക. നമ്മൾ 1 കിലോഗ്രാം ഉള്ളത് മാറ്റി. ഇനി ബാക്കി വരുന്ന സാധനങ്ങളൊക്കെ 1 കിലോഗ്രാമിൽ താഴെയുള്ളതാണ്. അത് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കണേ. ഇനി
അത് മാത്രം കൊണ്ട് ചോദിച്ചിട്ടുള്ളൂ. ഇവിടെ സൈഡിൽ ദാ ഇവിടെ ഒരു വെയിറ്റ് ഇവിടെ എന്താ പറയുന്നത് നോക്കിക്കേ. 250 grams is equal to quarter of a kilogram. ഒരു കിലോഗ്രാമിൻ്റെ ക്വാർട്ടർ ഭാഗമാണ് 250 grams എന്ന് പറയുന്നത്. 500 grams എന്ന് പറയുന്നത് ഹാഫ് എ കിലോഗ്രാം, ഒരു കിലോഗ്രാമിൻ്റെ പകുതി, അരഭാഗം, പകുതിയാണ് 500 grams എന്ന് പറയുന്നത്. 750 grams എന്ന് പറയുന്നത് 3/4 ഓഫ് എ കിലോഗ്രാം. ഒരു കിലോഗ്രാമിൻ്റെ 3/4 ആണ് 750 gram എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അസസ്മെൻറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.